ഓക്കെ എങ്ങോട്ട്? ആ ഓക്കെ, ചെറിയൊരു പർച്ചേസ്. മാരേജ് പർച്ചേസാ? ഓക്കെ, മാരേജ് പർച്ചേസ് സെറ്റ്. മാരേജ് പർച്ചേസ് നാട്ടിലേക്ക്, കാസർഗോഡ്. ഓക്കെ, ഇത് എയർപോർട്ടിൽ ഭയങ്കര കാര്യമായ എയർപോർട്ടല്ലേ ഷാദ്? എങ്ങോട്ട് ഷാദ് പോകുന്നത്? പോകുന്ന കണ്ട് പറയില്ല, എനിക്ക് ഷാത്ത് വരുന്നിട്ട് ഷാത്ത് പേരാണ് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിൽ ചൈനീസുകാർക്ക് ഇല്ലാട് ചൈനക്കത്തേക്ക് ഇത് ഓരോ മുണ്ട് നമുക്ക് ഷാത്ത് തന്നെയാണ്. ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാകുന്നില്ല, ചൈന നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഷാത്ത് പോയിട്ട് ഒരു മുണ്ടുണ്ട്. അപ്പൊ എന്താ കുറെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നേരെ ഫ്ലൈറ്റ് കിട്ടുന്നുണ്ട്, തോം പോയിട്ട് കൊണ്ടുവന്ന ഫ്ലൈറ്റ് മിസ്സായി. അതാണ് ഷാത്ത്. നേരെ കിട്ടി ഓ ഇംഗ്ലീഷിൽ കൊണ്ടുവന്ന് ചറപറ വിടുന്നു. അവർക്ക് ഇംഗ്ലീഷ് അറിയണ്ടേ. അങ്ങനെ കുറേ സമയം വീഡിയോ എടുത്തിട്ട് മറുത്ത് എൻ്റെ ഓള് വിളിക്കാൻ തുടങ്ങി. എന്ത് വിളിക്കില്ല, കഴിഞ്ഞിട്ട് പാസ്സായിട്ട് ഇതായിട്ട് എടുത്ത് വിളിക്കുന്ന പറഞ്ഞിട്ട് അതാ ഓളെ സമയക്കോണം. എന്തെല്ലാം കല്യാണം കഴിക്കണം പറഞ്ഞുകൊണ്ട് we are still bachelor, so we can. ക്യാബിനാ? എന്ത് ക്യാബിന്? ചാവടിക്ക് വന്നാ 6 എന്തിനല്ല? അതിൻ്റെ ഉള്ളിൽ എന്താക്കുന്നത്? അതിൻ്റെ ഉള്ളിൽ എന്ത് ഓക്സിജൻ ഇല്ലേ? സംഭവം നല്ല ഓക്സിജൻ കിട്ടണമെങ്കിൽ 6 ആള് മാക്സിമം പീപ്പിൾ 6 മെൻഷനാക്കിയിട്ടുണ്ട്. മാഷാഅല്ലാഹ് ശ്വാസം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടെ എന്നിട്ട് പരിങ്ങുന്നുണ്ട് ചാത്. പൈസ കൊടുക്കണ്ടായിട്ട് അടിച്ചടിച്ച് അതിൽ സ്പ്രേ ഇല്ലല്ലോ. എന്താണ് രണ്ടും കൊടുച്ചേ ഭയങ്കര ടെൻഷൻ എക്സാമിൽ എന്ന പോലെ എക്സാം ഞാൻ ഇത് വെറുതെ വിചാരിച്ചിട്ട് കാണുന്ന തന്നെ എഴുതിട്ട് വെറുതെ ശാത്തെല്ലാം പറഞ്ഞു ഫസ്റ്റ് എഴുതണം. ഞാൻ ഒട്ടാവശ്യം എന്തല്ലേ നമ്പർ ആ സ്റ്റോക്കും വേണ്ടി ഇത് കാണുന്നില്ല. ആ മോനെ റിട്ടേൺ ആക്കുന്നത് തന്നെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ തിരിക്കുകയാണ്. എന്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന? ഇത് എയർപോർട്ടിനുള്ളിലത്തെ അവസ്ഥയായിരുന്നു. നേരത്തോളം അല്ലേ സൗണ്ടല്ലേ പോയിടാ എല്ലാവരും നമ്മക്കറിയാലോ. പോയി നോക്കല്ലേ നമ്മൾ മുൻപിരിക്കാണ് കഴിച്ചു. ഈ എയർപോർട്ടല്ല, ഈ എയർപോർട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള വേറെ എയർപോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് പോകുന്നുണ്ട്. എത്തോ ഇല്ലെന്ന് അറിയില്ല. എന്തായാലും ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, നമുക്ക് ചൈനീസ് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ പോകാം, നമുക്കറിയാലോ, അറിയാത്തൊരു പ്രശ്നമല്ലല്ലോ. അതിനും വലിയൊരു വിറ്റുണ്ട് കഴിച്ചു. ഒരു അരമണിക്കൂറാവും ഞാൻ ബ്ലോഗ് എടുക്കുന്നത്. ഓരോന്ന് ഭയങ്കര പോലെ പറയുന്നത്. ഇതുവരെ റെക്കോർഡ് എത്താൻ മറന്നുപോയി. റെക്കോർഡ് എത്തില്ല. അപ്പൊ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് പറയാം. അപ്പൊ സംഭവം പറഞ്ഞെങ്കിൽ നമ്മൾ പറയുന്നത് ഓർക്ക് ഓർ പറയുന്നത് നമുക്ക് പറയാം. അതുകൊണ്ട് കഴിഞ്ഞില്ല പച്ചത് വിറ്റെന്താ പറയാ. എപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ റെക്കോർഡ് എത്താൻ പറ്റും. ഒരു 10 കിലോമീറ്ററാണ് ഞാൻ നടന്നത്. അത്ര അറിയുന്നില്ല. നല്ല നല്ല കാഴ്ചകളും കണ്ടിരിക്കണം. ഒടുവിൽ നമ്മൾ എത്ര 24 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം അത് എത്തി. സംഭവം എത്തിയതാ. പിന്നെ ഒരാളെ വെയിറ്റ് ആക്കുന്നല്ലോ.
ഞാൻ പോവാ. ഡാ നിനക്കും ഫാൻസാ ചതോ അതങ്ങനെ ഫോട്ടോ എടുക്കുന്ന നിങ്ങൾക്ക് ചൈനയിൽ ഫാൻസാ ചത് എൻ്റെ ഒരു വീഡിയോ ചൈനയിൽ ഭയങ്കര വൈറലായി. നമ്മൾ കണ്ടപ്പോ വേറെ ആരോഗ്യം വന്നത് നമ്മളെ കണ്ടിട്ട് എന്താ പറയാ നേരെ വന്നു. ഇത്രയുള്ള എയർപോർട്ടിലും ആളും ഇല്ല, എന്തും ഇല്ല, ഇവിടെ ആട്ടും ഇല്ല, കാലിയല്ലോ. ആ ഇത്രയുള്ള എയർപോർട്ടിൽ ഭയങ്കര സൗണ്ട് എന്തും ഇല്ല, കാലി സംഭവം. എന്ത് വേറെ പാർക്കിംഗ് ഉണ്ടാവും. ഏതരുത് പക്ഷെ അത് വലിയ വണ്ടീനല്ല. അതോനൊക്കെ നായകനാ തുറന്നു നോക്കിയോന്. ഒറ്റ തുറക്കല്ലോ ഇത് കിടാക്ക് പഠിക്കുന്നു വണ്ടി ഫുൾ റൗണ്ട് വന്ന്. താങ്ക് യു തോട്ടെ ആര് നീ അങ്ങനെ വെൽപ്പൊക്കെ വൃത്തിയിട്ട് വലിച്ചിട്ട് എടുക്കുന്നതാ. എന്ത് നല്ല മനസ്സ് നിന്റെ. കയറിയ ഡോർ തുറന്നിട്ട് കയറുന്നായിരിക്കും. താങ്ക് യു. അപ്പുറത്ത് പോണോ? ഡോർ വണ്ണെടുക്കുന്നില്ല. ഓക്കെ അടിച്ചോ.